ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ നല്ലതായിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ദോശമാവാണ് എടുക്കുന്നത്. 1 കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് ദോശമാവൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. അതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് ദോശമാവിന് നമുക്ക് 1 കപ്പ് മൈദയുടെ പൊടിയാണ് എടുക്കുന്നത്. അതുകൂടെ ഒന്നിട്ട് കൊടുക്കാം. നമുക്ക് അതിന് ഒരു 1/2 കപ്പ് പഞ്ചസാര വേണം. അതിലും കുറച്ച് വേണ്ടി ഇത്തിരി കൂടെ കുറച്ചിട്ടാൽ മതിയായിരിക്കും. പക്ഷെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ദോശമാവിനും മൈദയ്ക്കും ഒക്കെ വേണ്ടി ഒരു 1/2 കപ്പ് പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് നല്ലതുപോലെ നമ്മളൊരു ചെറിയൊരു ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നില്ലെങ്കിൽ ഇത്തിരി പാലൊഴിച്ച് കൊടുക്കണം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം, ഒരുപാട് നീണ്ടു പോവല്. നമ്മളൊരു 1/2 ഗ്ലാസ് പാൽ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു നല്ലതുപോലെ ഒരു 5 മിനിറ്റിലും നല്ലതുപോലെ മാവൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ വെക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഒരു 20 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ലായിരിക്കും. അപ്പോഴായിരിക്കും നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരുന്നത്. നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മുടെ മാവ് ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് എടുത്തതാണ്. നമ്മളൊരു കടയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് വലുതായിട്ട് ഉണ്ടാക്കാതെ കുറച്ച് ചെറുതായിട്ട്. നമ്മൾ എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി കൊടുക്കണം. നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഒരുപാട് നീണ്ടു പോവാതെ നോക്കണം. രണ്ട് സൈഡും നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് എടുത്തത്. അപ്പോൾ ആവൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ദോശമാവ് കൊണ്ടുള്ള സ്നാക്ക് വളരെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ. നമ്മൾ രാവിലെയൊക്കെ ദോശ ഉണ്ടാക്കിയാൽ കുറച്ച് മാവ് ഏതായാലും ബാക്കി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ കണ്ടിട്ട് കമൻ്റൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം.